വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണ്, അതായത് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തോ ഒക്കെ നമുക്ക് പോകേണ്ടി വരികയാണ്. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, നമ്മൾ അത്ര ഫ്ലുവൻ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്. ഈ സമയത്ത് നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, അതായത് നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവരുടെ ആക്സെന്റ് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർ ഭയങ്കര സ്പീഡിലായിരിക്കും സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മുടെ ആക്സെന്റ് അവർക്ക് മനസ്സിലാവുമെന്നും സംശയം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും ആൾക്കാർ പറയാറുള്ള ഒരു കാര്യമാണ് മൈ ഇംഗ്ലീഷ് ഈസ് ടെറിബിൾ. മൈ ഇംഗ്ലീഷ് ഈസ് ടെറിബിൾ ഇങ്ങനെ വെച്ചിട്ട് തുടങ്ങാറുണ്ട്. അതായത് ടെറിബിൾ എന്ന് വെച്ചാൽ മോശമായ, എൻ്റെ ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങാറുണ്ട്. അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് മൈ ഇംഗ്ലീഷ് ഈസ് ഓഫുൾ. ഓഫുൾ എന്ന് പറഞ്ഞാലും തീരെ മോശമായ എന്നാണ് അർത്ഥം. മൈ ഇംഗ്ലീഷ് ഈസ് ഓഫുൾ, എൻ്റെ ഇംഗ്ലീഷ് തീരെ മോശമാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിലും നമ്മൾ വേറൊരു ഭാഷയിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് മലയാളത്തിൽ നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അതുപോലെ ചിലപ്പോൾ പറയുന്ന ആൾക്ക് മലയാളം സംസാരിക്കാൻ അറിയുന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മോശമാണെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് പകരമായിട്ട്, അതായത് എൻ്റെ ഇംഗ്ലീഷ് മോശമാണെന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് പറയാം ഐ എം വർക്കിംഗ് ഓൺ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. ഐ എം വർക്കിംഗ് ഓൺ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കും അത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നും. നമ്മുടെ ഇംഗ്ലീഷ് ഇപ്പോൾ കുറച്ച് മോശമാണെങ്കിലും നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നന്നാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളും കുറച്ചും കൂടെ ക്ഷമയോടെ നമ്മൾ പറയുന്നത് കേൾക്കും. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യം ഒന്ന് സ്ലോ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ മൈ ഇംഗ്ലീഷ് ഈസ് ടെറിബിൾ എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം ഐ എം വർക്കിംഗ് ഓൺ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ പലരും പറയുന്ന വേറൊരു കാര്യമാണ് സോറി ഫോർ മൈ ബാഡ് ഇംഗ്ലീഷ്. സോറി ഫോർ മൈ ബാഡ് ഇംഗ്ലീഷ്. ഇവിടെ നമ്മൾ സോറി പറയേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ നമ്മൾ സോറി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷയല്ല. അവർക്ക് അറിയാത്തൊരു ഭാഷയിൽ ചിലപ്പോൾ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട്, അതായത് മലയാളത്തിൽ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ നമ്മൾ സോറി പറയേണ്ട ആവശ്യമില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് പറയാം ഇംഗ്ലീഷ് ഈസിൻറ്റ് മൈ ഫസ്റ്റ് ലാംഗ്വേജ്, സോ പ്ലീസ് എക്സ്ക്യൂസ് എനി മിസ്റ്റേക്സ്. ഇംഗ്ലീഷ് ഈസ് ഇൻ മൈ ഫസ്റ്റ് ലാംഗ്വേജ്, സോ പ്ലീസ് എക്സ്ക്യൂസ് എനി മിസ്റ്റേക്സ്. ഇംഗ്ലീഷ് എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ല, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കും തോന്നും ഓക്കെ അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്, അതുകൊണ്ട് തന്നെ തെറ്റുകൾ വരാം. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. നമ്മൾ പറയുന്ന കാര്യം അവർ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് നോക്കും. അതുപോലെ തന്നെ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയും ചെയ്യും. ഇപ്പം നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ആക്സെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ ഭയങ്കര സ്പീഡിലായിരിക്കും സംസാരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ ഏത് രീതിയിൽ എത്ര പൊളൈറ്റായിട്ട് മര്യാദയോട് കൂടിയിട്ട് പറയാൻ നോക്കിയാലും ഇത് കേൾക്കുന്ന ആൾക്ക് കുറച്ച് റൂഡായിട്ട്, അല്ലെങ്കിൽ മര്യാദ ഇല്ലാതെ പറയുന്ന പോലെയാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ഇതിന് പകരം നമുക്ക് പറയാം കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്. കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്. ദയവായി അത് ആവർത്തിക്കാമോ. നമ്മൾ ക്യാൻ്റെയും കുഡിൻ്റെയും ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുഡ് യൂസ് ചെയ്ത് പറയുമ്പോൾ അത് കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് മര്യാദയോട് കൂടിയിട്ട് പറയുന്ന പോലെയാണ് തോന്നുക. അതുപോലെ തന്നെ നമ്മൾ സെൻറ്റൻസിൻ്റെ അവസാനം പ്ലീസ് വെച്ചിട്ടുണ്ട്. പ്ലീസ് വെച്ചിട്ട് സെൻറ്റൻസ് പറയുന്ന സമയത്തും അത് കുറച്ച് മര്യാദയോട് കൂടി പറയുന്ന പോലെയാണ് കേൾക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്. ദയവായി അത് ആവർത്തിക്കാമോ. അപ്പം ഇങ്ങനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുന്ന ആൾ നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. അതല്ല ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തയാണെങ്കിൽ അപ്പം നമുക്ക് ചോദിക്കാം കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ സ്ലോവർ പ്ലീസ്. കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ സ്ലോവർ പ്ലീസ്. ദയവായി കുറച്ച് സ്ലോ ആയി അല്ലെങ്കിൽ കുറച്ച് പതുക്കെ സംസാരിക്കാമോ.
അപ്പോൾ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് പറയുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും എളുപ്പമായിരിക്കും. നേറ്റീവ് സ്പീക്കേഴ്സിന് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവണമെന്നില്ല, നമ്മുടെ ആക്സന്റ് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവാതെ കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ തോന്നുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡു യു അണ്ടർസ്റ്റാൻഡ്, ഡു യു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു ചോദ്യം നമ്മൾ എത്ര പൊളൈറ്റായിട്ട് എത്ര മര്യാദയോട് കൂടിയിട്ടുള്ള ടോണിൽ ചോദിക്കുകയാണെങ്കിലും ഇത് കേൾക്കുന്ന ആൾക്ക് കുറച്ച് റൂഡായിട്ടാണ് തോന്നുക, കുറച്ച് മര്യാദ ഇല്ലാതെ ചോദിക്കുന്ന പോലെയാണ് കേൾക്കുന്ന ആൾക്ക് തോന്നുക. ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് പറയാം? ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് ഫോർ യു, ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് ഫോർ യു. അതായത് നമ്മൾ പറഞ്ഞ കാര്യം അവർ മനസ്സിലാവാതെ നിൽക്കുകയാണ്, അപ്പോൾ ഇതൊന്നും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് ഫോർ യു, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, ആവർത്തിക്കട്ടെ എന്ന് ചോദിക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് പറയാം ലെറ്റ് മീ ക്ലാരിഫൈ ദാറ്റ് ഫോർ യു, ലെറ്റ് മീ ക്ലാരിഫൈ ദാറ്റ് ഫോർ യു. ക്ലാരിഫൈ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കുക. ലെറ്റ് മീ ക്ലാരിഫൈ ദാറ്റ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ അല്ലെങ്കിൽ വ്യക്തമാക്കട്ടെ. അപ്പൊ ഇങ്ങനെയും പറയാം. നമ്മുടെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ നമ്മൾ അത്ര നന്നായിട്ടല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം കുറച്ച് സ്ലോ ആയിട്ട് കുറച്ച് പതുക്കെ സംസാരിക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വൊക്കാബുലറിയേ ഉള്ളൂ, കുറച്ച് വാക്കുകളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ലെറ്റ് മീ ക്ലാരിഫൈ ദാറ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടെ വ്യക്തമാക്കി കൊടുക്കാം. നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ച് മോശമാണെങ്കിൽ മൈ ഇംഗ്ലീഷ് ഈസ് ടെറിബിൾ അല്ലെങ്കിൽ മൈ ഇംഗ്ലീഷ് ഈസ് ഓഫുൾ, സോറി ഫോർ മൈ ബാഡ് ഇംഗ്ലീഷ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്, ഡു യു അണ്ടർസ്റ്റാൻഡ്. ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഇതിന് പകരമായിട്ട് നമുക്ക് പറയാം ഐ എം വർക്കിംഗ് ഓൺ ഇംപ്രൂവിംഗ് മൈ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഈസ് ഇൻ മൈ ഫസ്റ്റ് ലാംഗ്വേജ്, സോ പ്ലീസ് എക്സ്ക്യൂസ് എനി മിസ്റ്റേക്സ്, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്, കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ സ്ലോവർ പ്ലീസ്, ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് ഫോർ യു, ലെറ്റ് മീ ക്ലാരിഫൈ ദാറ്റ് ഫോർ യു. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.